ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് പുറത്ത് പോകണം കേട്ടോ, ഹോസ്പിറ്റലിലേക്ക് പോകണം കുട്ടീനായിട്ട്. ഗൈസ് സമയമില്ല, നമുക്ക് ഒക്കെ റെഡി ആകുമ്പോഴേക്കും നമ്മൾ റെഡി ആയി കഴിയണം. തോർത്ത് കുളിക്കുന്നുണ്ടോ ഇനി? അതൊന്നും എടുക്കണ്ടട്ടാ. ഞാൻ വ്ളോഗിൽ എന്താ വിചാരിച്ചെന്നറിയോ, ചില വീഡിയോയിലില്ലേ ഇങ്ങനെ ഇങ്ങനെ വിളിച്ച് വലിക്കുന്നത്, അതിങ്ങനെ അറിയാത്ത പോലെ ഇങ്ങനെ വലിച്ചു കളിച്ചിട്ട് വ്ളോഗ് ഒക്കെ നശിപ്പിച്ചു. അപ്പൊ ഞങ്ങൾ പൊട്ട എന്താ ബന്ധമായത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കട്ട് ചെയ്യുന്നതായി. വേറെ റെഡി ആവട്ടെ. അടുക്കള എനിക്ക് എടുക്കാൻ അറിയില്ല. എൻ്റെ ഫേസ് ക്ലിയർ ആണ്, കുത്താനാണ് വയ്യത്. അതെന്റെ കിടാവ് എണീറ്റു. നമ്മൾ ഫുഡ് കഴിക്കട്ടെ, കയ്യൊന്ന് കഴിച്ചിട്ട് വരണം. ഇന്ന് എന്താ നമ്മൾ കഴിക്കാൻ? നമുക്ക് ഇഡ്ഡലിയാണ്. ഇത് മുഴുവൻ എനിക്കല്ല, നമ്മളാരും കണ്ണു കഴിക്കണ്ട. ഭംഗി കഴിച്ചിട്ട് നോക്കെടുക്കാം. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ്. ഫ്രണ്ടിൽ വെയിലുണ്ടാവോ? അതെന്റെ കാല് നോക്കുക. അപ്പൊ നമ്മള് പോയിട്ട് വരാം. ടാറ്റ ബൈ. ബൈ അല്ലല്ലോ, ബാക്കി നമുക്ക് വ്ളോഗ് തന്നെ എടുക്കുന്നതായിരിക്കും. അതിനാണ് സ്റ്റിക്ക് എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ഗൈസ്, അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയം വൈകി 11:30ക്കാണ് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞത്. സമയം 12 മണിയായിട്ടുള്ളൂ. ഞങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. 12 മണി ആയില്ലല്ലോ, ആവാറായല്ലോ. 11:15. ടൈം നമുക്ക് വാച്ച് ചെയ്യുന്നുണ്ടോ? ശരി, 11:15. 11:30ക്ക് എത്താൻ പറഞ്ഞിട്ട് 11:15 ഇവിടുന്ന് ഇറങ്ങണേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി പിന്നെ എടുക്കാം. അത് കാണില്ല. അപ്പോ അതിന് മോനമാർക്ക് ഗൈസ് നമ്മൾ പിരിക എഴുതിയില്ല. പിരിക എഴുതട്ടെ. സിസ്റ്ററിലേക്ക് പോണട്ടാ, സിസ്റ്റർ ലിനീസ്മാരത്തേക്ക് പോണട്ടാ. വണ്ടിയില് പോണു. അങ്ങനെ തിരിച്ചു പോകുമ്പോ ഞാൻ ഉറങ്ങാൻ വിചാരിച്ചു. അപ്പൊ നീ വേണം വെച്ച് എണീറ്റു. എനിക്ക് മനസ്സിലായി നിന്റെ സ്വഭാവം. അറിയണ്ട എന്താണ് സ്വർണ്ണ. ഗൈസ്, നമ്മൾ ജ്യൂസ് വാങ്ങി, കരിമ്പിൻ ജ്യൂസ്. അപ്പൊ കുടിക്കാനുള്ള സാഹചര്യം ഇങ്ങനെയാണ്. എന്താ അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇത് എത്ര രൂപ? അതെനിക്കറിയില്ല. ഹോസ്പിറ്റലിൽ പോയി വന്നു, കാണിച്ചു. നമുക്ക് വ്ളോഗ് എടുക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശന്നപ്പോൾ നമ്മൾ കരിമീൻ ജ്യൂസൊക്കെ വാങ്ങി. മൂപ്പര് നല്ല ഉറക്കമാണ്. വീടെത്തിയിട്ടാണ് അവൻ എണീക്കുള്ളൂ അല്ലേ. അപ്പം നമ്മുടെ ഡ്യൂട്ടി വീട്ടിലെത്തിയിട്ടാണ് തൊട്ടിലാട്ടുക, എടുത്ത് നടക്കുക. അതൊക്കെ നമുക്ക് ജ്യൂസ് കുടിക്കാം. ബാക്കി വിശേഷം നമുക്ക് ഇങ്ങനെ കാണാം. ജ്യൂസ് ശരിക്കണ ഉറക്കത്തിലാണ്. ജ്യൂസ് എങ്ങനെയുണ്ട്? അപ്പൊ നമ്മൾ ഇവിടെ എത്താറായി. വിശന്നിട്ട് വയ്യ, നല്ല വിശക്കുന്നുണ്ട്. കെട്ടിയവനൊന്നും വാങ്ങി തരുന്നില്ല. ഒരു ബിരിയാണി വാങ്ങിക്കാൻ പറഞ്ഞു, ബിരിയാണി വാങ്ങി തരുന്നില്ല.
വീട്ടിൽ പോയിട്ട് സാധാ വെള്ളക്കളറുള്ള ചോറ് വാങ്ങി തിന്നണം ഗൈസ്. എൻ്റെ ഒക്കെ ഒരവസ്ഥ. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഓ ബിരിയാണി വേണം പറഞ്ഞപ്പോ നീയല്ലേ വേണ്ട പറഞ്ഞ ഞാൻ അങ്ങനെ പലതും പറയും. നമ്മൾ സ്നേഹമുള്ള ഭാര്യമാര് വേണ്ടക്ക ഇപ്പൊ എന്തൊക്കെ വേണ്ടക്ക അങ്ങനെ സ്നേഹമുള്ള ഭർത്താവ് പറയണ ഇനി തിന്നണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് നമുക്ക് വാങ്ങി തരുന്ന അതാണ് സ്നേഹമുള്ള ഭർത്താക്കന്മാർ. ഇവിടെ ചില ഭർത്താക്കന്മാർ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ പറയണത് എന്താണോ അതാണ് ശരി പറഞ്ഞിട്ടിരിക്കണവരാണ്. വേണ്ടവന്ന് ശരി വേണ്ട വേണമെന്ന് ശരി നമ്മൾ ഒരാളെ നിർബന്ധിക്കാൻ പാടില്ല. അതാണ് കൂടുതലുള്ള ഭർത്താക്കന്മാർ ഇങ്ങനെയായിരിക്കും. സ്നേഹം കുറവുള്ള ഭർത്താക്കന്മാരായിരിക്കും ഓനിക്ക് ഞാൻ എന്തായാലും വാങ്ങി തരും കൊണ്ട് വാങ്ങിയിട്ട് വരിക. അങ്ങനെ സ്നേഹം കുറവുള്ള ഭർത്താവിനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. സ്നേഹം കൂടിപ്പോയതിന്റെ പ്രശ്നമാണ് ഗൈസ്. എന്താ ചെയ്യ എന്റെ ഒക്കെ ഒരവസ്ഥ. വീടെത്താറായി. വിശക്കണുണ്ട്. വിശക്കണോ ഗൈസ്. ഞാൻ വ്ളോഗ് ഇട്ടിട്ട് കുറേ ആയി. എപ്പെട്ടതാണെന്ന് അറിയാം. കുറേ ആയി. നിങ്ങളെല്ലാവരും ഈ വ്ളോഗ് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ശബ്ദം മൊത്തം ഫോണിൽ വന്നിട്ടുണ്ടാവും. കാരണം അതൊന്നും പറയണ്ട. കേൾക്കാനുള്ള ആൾക്കാരൊന്നും എന്റെ ഫോണിലില്ല. വീടിനുള്ളിൽ തളച്ചിട്ട പോലത്തെ ഒരവസ്ഥയാണ് ഇപ്പൊ. പുറത്തു പോകാൻ പറ്റില്ല. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. തണുത്തത് കുടിക്കാൻ പാടില്ല. ആർക്ക് വേണ്ടി ഇതൊക്കെ? ഗായ്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും.